നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദുഃഖകരമായ ഒരു വാർത്തയാണ് റാസൽ ഖൈമയിൽ നിന്നും പുറത്തു വരുന്നത്. 2 വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചു. പാകിസ്ഥാനി കുടുംബത്തിലെ അബ്ദുള്ള മുഹമ്മദ് അലി എന്ന കുട്ടിയാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. നഗരത്തിലെ സിദ്രൂഖ് പ്രദേശത്തുള്ള വീട്ടിലായിരുന്നു അപകടം. അവശനായ കുട്ടിയെ റാസൽ ഖൈമയിലെ സഗർ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിനു മുന്നേ കുട്ടി മരിച്ചതായി മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. പിതാവ് മുഹമ്മദ് അലി വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് പോയിരുന്നു. ആ സമയത്ത് ആരും കാണാതെ കുട്ടി അടുക്കളയിലെത്തി. അവിടെ വെള്ളം നിറച്ച ബക്കറ്റിൽ കുട്ടി അകപ്പെട്ടു. മുങ്ങിക്കിടക്കുകയായിരുന്നു ബക്കറ്റിൽ കുട്ടി. ഏറെ വൈകിയാണ്, അതായത് ഒരുപാട് സമയം കഴിഞ്ഞാണ് കുടുംബാംഗങ്ങൾ ഇത് കണ്ടത്. ഭാര്യ വസ്ത്രങ്ങൾ കഴുകാൻ ഉപയോഗിച്ചതിന് ശേഷം ബക്കറ്റ് സാധാരണയായി മൂടി വയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്നത് മൂടി വെച്ചില്ല. അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതിദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലും കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, അവരെ സുരക്ഷിതരാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഒരു കെയറൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം അതിദാരുണമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. കുഞ്ഞു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്, അതും ഇത്തരത്തിലുള്ള അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് എന്തുമാത്രം വേദനയിലൂടെയായിരിക്കും ആ കുടുംബം കടന്നു പോകുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രവാസ ലോകത്തെയും ഈ വാർത്ത നടുക്കിയിരിക്കുകയാണ്, വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം നമുക്ക് ദുബായിലേക്ക് വരാം. ദുബായിലൊരു വാർത്ത കൂടി നോക്കാം. ദുബായിൽ വിദേശികളുടെ ജനന നിരക്കിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. ദുബായ് ഹെൽത്ത് അതോറിറ്റി പുറത്തുവിട്ട 2023 ജനന നിരക്കിൽ 5.66% വർധന. 2023 36,000 കുഞ്ഞുങ്ങളാണ് ജനിച്ചു വീണത്. ഇതിൽ 19.9% മാത്രമാണ് സ്വദേശികൾ, അതായത് 7,200 കുട്ടികൾ. 80.1% വിദേശികളാണ്. 28,800 കുട്ടികളുണ്ട്. 2022 34,354 കുട്ടികളാണ് പിറന്നത്. ദുബായിൽ വിദേശികളുടെ ജനനനിരക്ക് 80%. 2023 ജനിച്ചവരിൽ 51.4% ആൺകുട്ടികളാണ്. പെൺകുട്ടികളാകട്ടെ 17,656 ഇതിൽ 99.9% പ്രസവവും ആശുപത്രികളിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനന നിരക്കിലെ പ്രതിമാസ വർധന 7 മുതൽ 10%. 2023 170 നവജാത ശിശുക്കൾ മരിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 10 പേർ സ്വദേശികളാണ്. ബാക്കി 160 പേരാകട്ടെ വിദേശികളുമാണ്. 2022 192 ശിശുക്കളാണ് പ്രസവാനന്തരം മരിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നടക്കുന്നതാണ്. 2023 ദുബായിലെ ജനസംഖ്യാ കണക്ക് 36.55 ലക്ഷമാണ്. 2022 ഇത് 35.49 ലക്ഷമായിരുന്നു. ഒരു വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം വർധനവാണ് ഉണ്ടായത്. 25 മുതൽ 44 വരെ പ്രായമുള്ളവരാണ് ജനസംഖ്യയിൽ പകുതിയിലധികവും. ദുബായിലെ ജനസംഖ്യ യുവത്വം തുളുമ്പി നിൽക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രവാസികളെ സംബന്ധിച്ച് ഏറെ നിർണായകമായി ഈ റിപ്പോർട്ടും മാറിയിരിക്കുകയാണ്.